എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കുക എന്നത് മാത്രമല്ല, ഉപയോഗിക്കുന്നവർക്ക് കറക്റ്റായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പൊ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും മുടിക്ക് പെട്ടെന്ന് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ അകാല നിര വരാതിരിക്കാനും മുടിയിൽ നിര എന്നത് തന്നെ വരാതിരിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ നീലാംബരി. ഇപ്പൊ നീലാംബരി ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള തന്നെയാണ് കേട്ടോ. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുടി നരക്കില്ല. കാരണം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു 55-60 വയസ്സാവാനായിട്ടുണ്ട് കേട്ടോ. ഇതുവരെയായിട്ടും ആ ഒരു അമ്മേന്റെ മുടി നരച്ചിട്ടില്ല. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഈ ഒരു നീലാംബരി എണ്ണയാണ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന്. അതൊരു നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇത്. ഇപ്പൊ മുടി നരച്ചവര്, വെളുത്ത മുടിയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം മൈലാഞ്ചിന്റെ ഇല അരച്ച് തേച്ച് കൊടുക്കുക. അപ്പം വെളുത്ത മുടിയൊക്കെ ചുമന്ന് വരും. എന്നിട്ട് ഈ ഒരു നീലാംബരി ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് കലക്കി തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അരച്ച് തേച്ച് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ എണ്ണ കാച്ചി, ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടി നരയ്ക്കാതിരിക്കാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയിലേക്ക് 2 സ്പൂണ് നീലാംബരി പൊടി ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ ഒരു എണ്ണ ഇങ്ങനെ ഈ പാത്രത്തോടൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 8 ദിവസം നമ്മൾ ഇതുപോലെ വെയിലത്തും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കാറൽ ചൊവ്വ വരും. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, ഇതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടതാണ്. എണ്ണ കാച്ചുന്നതൊക്കെ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിതാ കുറച്ച് നീലാംബരി ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇല കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നീലാംബരി പൊടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇല ഇങ്ങനെ ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ നീലാംബരി ഇല നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഇല ഏകദേശം നമ്മൾ ഇത് പറഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസം ഉപയോഗിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരു കറക്റ്റായിട്ട് 2-3 ദിവസം കൂടുമ്പെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിന്റെ ഇലയാണ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, കറിവേപ്പിന്റെ ഇലയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് അല്ലെ. ചിലര് കറിവേപ്പിന്റെ ഇല മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. നല്ലൊരു റിസൾട്ട് ആയിരിക്കും. നല്ല വണ്ണത്തിൽ മുടി വളർത്തിയെടുക്കാനും മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും കറിവേപ്പിന്റെ ഇല ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പിന്റെ ഇലയും നീലാംബരിന്റെ ഇലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാം, ഒന്നെങ്കിൽ സാധാ പച്ചവെള്ളം എടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ തേയില വെള്ളമാണ് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞാല് 1 ഗ്ലാസ് വെള്ളം ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുത്തതാണ്. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ 2 സ്പൂണ് തേയിലപ്പൊടി എടുക്കുക, എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം എടുക്കുക, അത് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെട്ടിത്തിളച്ച് കുറച്ച് നേരം നമ്മളത് തീ കുറച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് വറ്റി 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് ആയിട്ട് നമുക്ക് ഇതുപോലെ ചൂട് മാറിയിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു അരച്ച് എടുത്ത നമ്മുടെ ഈ ഒരു നീലാംബരിയും കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റാട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി നമ്മുടെ തേയില വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല ലൂസായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതായിരിക്കും നമുക്ക് സ്പ്രേ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. ഇപ്പൊ കോട്ടൺ തുണിയിലൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, ഒട്ടും മട്ട് ഇല്ലാതെ കിട്ടേ. അപ്പൊ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ചെറിയൊരു ഒരു ഗുളിക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1-2 ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. അപ്പൊ അതുള്ളവർ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു നമ്മുടെ വൈറ്റമിൻ ഇയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലൊന്ന് അടച്ചിട്ട് ഇനി ഇതൊന്ന് മുടിയിലൊന്ന് സ്പ്രേ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേപോലെ വരുള്ളൂ. അത് പറഞ്ഞാൽ മുടിയിൽ ഞാൻ പറയാറുണ്ട്, മുടിയിൽ ഇങ്ങനെ ഒലിച്ച് വരേ, ഇപ്പൊ ആ ഒരു വെള്ളം മുടിയിൽ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്. അപ്പൊ ഇതാ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുണ്ട് ജസ്റ്റ് ഒന്ന് മുടി കുറച്ച് നേരം ഒന്ന് അയച്ചിടുക.
എന്നിട്ട് ഉണങ്ങിയിട്ട് നിങ്ങൾക്ക് വാരി പിടിച്ച് കെട്ടാട്ടോ. കാരണം ഇതിന് ബാഡ് സ്മെല്ലില്ല. അപ്പം ഞാൻ പറയാറുണ്ട്, ഇതിപ്പോൾ കഴുകി കളയണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജലദോഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല. കാരണം എനിക്ക് കുറച്ച് അലർജി ഉള്ള ഒരാളാണ്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തണുപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊണ്ടവേദന ഒക്കെ വരും. പക്ഷെ അങ്ങനെ ഇത് ഇങ്ങനെയൊന്നും ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം മുടി അയച്ചിടണം. അയച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി വരും കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ടുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ചുറ്റുണ്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഉണങ്ങി വരും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വാരി പിടിച്ച് കെട്ടി ഇനിയിപ്പോൾ രാത്രി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ബെഡിൽ അതിൻ്റെ കറയോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ആവില്ല. നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.